ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് കാർത്തിയാണേ. നന്നായി വൃത്തിയാക്കിയിട്ടുള്ള വെള്ളം ഒട്ടുമില്ലാണ്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള കക്കിറച്ചിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കറക്റ്റ് 2 കിലോ ആണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ തൂക്കം പറയാൻ കാരണം നമ്മൾ ലാസ്റ്റ് പറയാം കേട്ടോ. ആദ്യം തന്നെ നമ്മൾ കുരുമുളക് ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെള്ളുള്ളി ചതച്ച പേസ്റ്റ്, അതുപോലെ തന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, കറിവേപ്പില, ചുവന്നുള്ളി ഇതെല്ലാം കൂടിയിട്ട് ചേർത്ത് നന്നായി കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ചീഞ്ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ മൂത്ത് കഴിയുമ്പോൾ ഈ കൂട്ട് അതിലേക്ക് അങ്ങനെ തട്ടിയിട്ട് കൊടുക്കാം കേട്ടോ. ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് അടിയൊക്കെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പുറപ്പുറമൊക്കെ ഒന്ന് എണ്ണ എത്തുന്ന വിധത്തിനൊന്ന് നമുക്ക് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. കണ്ടോ, അതിലൊട്ടും തന്നെ വെള്ളയില്ല. എന്നിട്ട് നമുക്കിതൊന്ന് തട്ടിപ്പൊത്തി വയ്ക്കാം, അതായത് ഒന്ന് ഒതുക്കി വയ്ക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് ശേഷം നമ്മൾ നോക്കുമ്പോൾ കാണാം അതിലത്തെ ജലാംശമൊക്കെ ഒന്ന് ഇറങ്ങി അതിൽ ആ വെള്ളത്തിൽ കിടന്നിട്ട് അത് തിളക്കുന്നുണ്ടാവും കേട്ടോ. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കാം കേട്ടോ. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ടൊന്ന് നമുക്ക് ഒതുക്കി വയ്ക്കാമേ. 10-15 മിനിറ്റിന് ശേഷം നമുക്ക് വീണ്ടും എടുക്കുമ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ടാവും കേട്ടോ. അത് നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇതിന് മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ അടി മുതലൊന്ന് ഇളക്കി മറിച്ചിട്ട് എല്ലാ ഭാഗവും ഒരേപോലെ മുരിയുന്ന വിധേന ഇളക്കിയിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ ഇതിൽ ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം. അതായത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ഇത് തന്നെയായിരിക്കും. കാരണം ഒരു 1-1.5 മണിക്കൂറോളം നിന്നിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ വഴണ്ട് മൊരിഞ്ഞ് കിട്ടാനായിട്ട്. അപ്പോൾ ഇത് മൊരിയണതിനനുസരിച്ച് നമ്മൾ ഇടയ്ക്ക് കുറേശ്ശെ വെളിച്ചെണ്ണ, അതായത് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കണ്ടായിരുന്നു കേട്ടോ, ചെറിയ രീതിയിൽ. അപ്പോൾ അതിൽ കിടന്നിട്ട് നന്നായി ഒന്ന് മൊരിഞ്ഞ് കിട്ടേ. ഞാൻ മുന്നേ പറഞ്ഞിരുന്നു ഇത് പുറത്തേക്ക് കൊടുത്തയക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒട്ടും ജലാംശം പാടില്ല, വലിഞ്ഞിരിക്കണം. അപ്പം അതുകൊണ്ടാണ് കേട്ടോ അത്രയും ക്രിസ്പാക്കിയിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ടേ ഇരിക്കുന്നത്, വഴറ്റിക്കൊണ്ടേ ഇരിക്കുന്നത്. അപ്പോൾ ഇതിനിടയിലാണ് കേട്ടോ നമ്മൾ കുറച്ച് ഗരം മസാല പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇപ്പോഴാണ് കേട്ടോ ചേർക്കുന്നത്. അത് നമ്മുടെ കക്ക റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ 2 കിലോൻ്റെ കക്കയാണ് കേട്ടോ. നമ്മൾ തൂക്കം നോക്കിയപ്പോൾ വെറും 750 ഗ്രാമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജലാംശമൊന്നും ഇല്ലാത്ത കാരണം പെട്ടെന്ന് കേടുവരില്ല. അതുകൊണ്ട് നമ്മൾ കൊടുത്തയക്കുമ്പോൾ അവിടെ എത്തുമ്പോഴേക്കൊന്നും കേടാവില്ല എന്നുള്ളൊരു സമാധാനമാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിലൂടെ അറിയിക്കണേ.